ജീവിതം പലർക്കും ഒരു പരീക്ഷണമാണ്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയണം. വിശ്വാസം എന്നത് നേടിയെടുക്കാൻ വർഷങ്ങളുടെ പരിശ്രമം ആവശ്യമാണ്. എന്നാൽ നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം പോലും വേണ്ട. ഒരു തെറ്റ് വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല. നടക്കുമ്പോൾ വീഴാനും വീഴുമ്പോൾ എണീക്കാനും പഠിച്ച പോലെ തെറ്റുകളും തിരുത്തലുകളും നിറഞ്ഞതാണ് മനുഷ്യജീവിതം. ജീവിതം എത്ര കയ്പുള്ളതാണെങ്കിലും ഒന്നോർക്കുക, എത്ര കഴിച്ചാലും പിന്നീട് മധുരിക്കും നെല്ലിക്ക പോലെ. ഒരാളുടെ ചിരി സത്യമാകണമെന്നില്ല. എന്നാൽ ഒരാൾ നെഞ്ചുപൊട്ടി കരഞ്ഞാൽ അത് തീർച്ചയായും സത്യമാണ്. നമ്മൾ കടന്നുപോകുന്ന വഴികളെല്ലാം ഓർത്തു വയ്ക്കുക. ചിലത് വീണ്ടും നടക്കാനും ചിലതിനി ഒരിക്കലും നടക്കാതിരിക്കാനും. ജീവിതം വെറുപ്പിച്ച മനുഷ്യരെ മറക്കണം. ജീവിക്കാൻ കൊതിപ്പിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കണം. നമ്മളെ മറന്ന മനുഷ്യരെ ഓർത്തിരിക്കുന്നതിലും നല്ലത് നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യർക്കൊപ്പം ജീവിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഒരാളെങ്കിലും കൂടെയുണ്ടെങ്കിൽ നമുക്ക് ജീവിതാവസാനം വരെ സന്തോഷമായിരിക്കാം. വീഴ്ചകൾ ഉണ്ടായ മനുഷ്യരെ പരിഹസിക്കരുത്. അവരെ എഴുന്നേൽക്കാൻ സഹായിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മളും വീഴും. കഴിഞ്ഞുപോയതെല്ലാം നല്ലതിനാണെന്നും കൈവിട്ടു പോയതൊന്നും നഷ്ടങ്ങൾ അല്ല എന്നും മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതം കുറച്ചുകൂടി മനോഹരമാകും. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടേതായിരിക്കണം. കാരണം നമ്മളെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മളോളം മറ്റാർക്കും അറിയില്ല. നെഞ്ച് എത്ര പിടഞ്ഞാലും ഉള്ളിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും പുഞ്ചിരിക്കുക. നമ്മുടെ മുഖത്തെ ചിരി മായ്ക്കാൻ മരണം വരെയും ആരെയും അനുവദിക്കരുത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എന്നാൽ ഒരു പ്രശ്നവും ശാശ്വതവുമല്ല. അതിനാൽ ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുക. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്ന വിശ്വാസം തെറ്റാണ്. ഇപ്പോൾ കയ്യിലുള്ള ഈ നിമിഷം മാത്രമാണ് സത്യം. ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ചതിക്കപ്പെട്ടവർ ആദ്യം കരയും, പിന്നീട് ചിരിക്കും. ഇത് കാലത്തിൻ്റെ നിയമമാണ്. നമ്മൾ വാശി പിടിച്ച് നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും. മറവി ദൈവം നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാവാം ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഇന്നെനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്.